യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കത്തെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. നടപടി ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് ബാർ അസോസിയേഷൻ്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, എന്താണ് അധാർമികമായ നീക്കങ്ങൾ നടത്തുന്ന ന്യായാധിപന്മാർക്കെതിരെ അത്തരത്തിൽ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഒട്ടുമിക്ക ബാർ അസോസിയേഷനുകളുടെയും തീരുമാനം. ഇപ്പോൾ ഇതാ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷനും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, വസതിയിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനം യശ്വന്ത് വർമ്മയ്ക്കെതിരെ നേരത്തെ തന്നെ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെയും അതോടൊപ്പം പ്രത്യേക ആഭ്യന്തര സമിതിയുടെയും അന്വേഷണ റിപ്പോർട്ടും ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു നടപടിയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ പ്രധാനമായും സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ തന്നെ യശ്വന്ത് വർമ്മയെ ഈ ചുമതലകളിൽ നിന്നും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം അലഹബാദ് ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയും പിന്നീട് അലഹബാദ് ഹൈക്കോടതിക്ക് മുമ്പാകെ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഒരു നടപടിയെ, കേന്ദ്രത്തിന്റെ നടപടിയെ ഇംപീച്ച്മെന്റ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത് തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ജുഡീഷ്യറിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇത്തരം നടപടികളിലൂടെ വർദ്ധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഈ യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഭ്യന്തര സമിതിയുടെ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് കേന്ദ്രത്തിന്റെ ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ശരി റഷീദ്.